ഹരേ കൃഷ്ണ. നന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പൂന്താനം തിരുമേനിയെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂർ എന്നൊരു മനോഹരമായൊരു ഗ്രാമമുണ്ട്. അവിടുത്തെ പൂന്താനം ഇല്ലത്താണ് പൂന്താനം തിരുമേനി ജനിച്ചത്. AD 1547 1640 ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവ്. നമ്മുടെ മേൽപ്പത്തൂരൊക്കെ അദ്ദേഹത്തിൻ്റെ സമകാലീനായിരുന്നു. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചെങ്കിലും അദ്ദേഹത്തിന് വേണ്ടത്ര സംസ്കൃതത്തിൽ പാണ്ഡിത്യമൊന്നും ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണ ഭക്തി ഒരു മനുഷ്യന് മുൻജന്മ സുഹൃത്തായിട്ടാണ് കിട്ടുന്നത്. അത് വേണ്ടുവോളം പൂന്താനത്തിനുണ്ടായിരുന്നെങ്കിലും ഭഗവാനോട് കൂടുതൽ അടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില ദുരനുഭവങ്ങളാണ് കാരണമായത്. അദ്ദേഹം ഒരിക്കൽ 20ാമത്തെ വയസ്സിലാണ് പൂന്താനം തിരുമേനി വിവാഹം ചെയ്യുന്നത്. വിവാഹം ചെയ്തതിന് ശേഷം വളരെ കാലം കുട്ടികളില്ലാതെ വിഷമിച്ചു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം അതിനിടയ്ക്ക് ഭഗവാന്റെ ഭക്തി സൂക്തങ്ങളൊക്കെ രചിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സന്താനഗോപാലം പാന രചിച്ച് അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ പാടി സമർപ്പിച്ചത്. അതിനുശേഷമാണ് പൂന്താനത്തിന് ഒരു ഉണ്ണി പിറന്ന സന്തോഷത്തിൽ മതിമറന്നു പോയ പൂന്താനവും ഭാര്യയും കുട്ടിയുടെ അന്നപ്രാശത്തിൻ്റെ അന്ന് സുഹൃത്തുക്കളെയും അതിഥികളെയൊക്കെ വിളിച്ച് ഒരു സദ്യ കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അന്നപ്രാശത്തിൻ്റെ അന്ന് എല്ലാ അതിഥികളും വീട്ടിലേക്ക് വരുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ പൂന്താനത്തിൻ്റെ ഭാര്യ ഉണ്ണിയെ പാല് കൊടുത്ത് ഉറക്കി വീടിൻ്റെ റൂമിൽ മൂലയ്ക്കായിട്ട് കിടത്തി ഉറക്കിയതിന് ശേഷം അകത്ത് കുറേ പണികളുണ്ടല്ലോ, എല്ലാവരും വരുന്നതല്ലേ. അപ്പോൾ ആ പണികളിലേക്ക് പോകുന്നു. പിന്നീട് അതിഥികളെ സൽക്കരിക്കുന്ന ആ ഒരു ജോലിയിലേക്ക് പൂന്താനവും കടക്കുന്നു. അപ്പോഴാണ് പൂന്താനം എല്ലാ ആൾക്കാരും വീട്ടിലേക്ക് വരികയാണ്. അവിടെ വന്ന സ്ത്രീജനങ്ങളെല്ലാവരും ഒരു മുറിയിൽ കയറി കുളിച്ച് വസ്ത്രങ്ങളൊക്കെ മാറി അന്ന് ഈ ഇല്ലത്തൊക്കെ എത്ര വെയിലറിച്ചാലും സൂര്യപ്രകാശം അകത്തേക്ക് കടക്കില്ലായിരുന്നു. ധാരാളം എങ്കിലും മങ്ങിയ വെളിച്ചം മാത്രമേ ചില റൂമുകളിലേക്ക് വരുമായിരുന്നുള്ളൂ. ആ ഇരുണ്ട വെളിച്ചത്തിൽ ഈ കുഞ്ഞു കിടന്നുറങ്ങുന്നത് ആ സ്ത്രീകൾ കണ്ടില്ല. അവർ വസ്ത്രം മാറി കുഞ്ഞിൻ്റെ ദേഹത്തേക്കാണ് ഇട്ടത്. എല്ലാവരും ഒരു സ്ത്രീ ചെയ്യുന്നത് കണ്ട് അടുത്ത ആൾ വന്ന് അങ്ങനെ ഇട്ടിട്ട് ഈ വസ്ത്രങ്ങൾ കൊണ്ട് കുഞ്ഞ് മൂടപ്പെടുകയാണ്. അങ്ങനെ ആ സന്തോഷമലതല്ലിയിരുന്ന ആ വീട് പെട്ടെന്നാണ് ദുഃഖത്തിലേക്ക് ഊഴിയിട്ടത്. ആ പൂന്താനവും ഭാര്യയും തലതല്ലി കരയുകയാണ്. പൂന്താനത്തിൻ്റെ കരച്ചിൽ കണ്ട് അവിടെ വന്നിരുന്നവരും പൂന്താനത്തിൻ്റെ കൂടെ ഇരുന്ന് കരയുകയാണ്. നിർമ്മല മനസ്സിനുടമയാണ്. കൊച്ചുകുട്ടികളെ പോലെ പൂന്താനം അവിടെ ഇരുന്ന് കരയുകയാണ്. ഭഗവാന്റെ മുന്നിൽ ചെന്ന് സങ്കടപ്പെട്ട് പറയുകയാണ്, കണ്ട് കൊതി തീർന്നില്ല, കൊഞ്ചിച്ച് കൊതി തീർന്നില്ല, എടുത്ത് ലാളിച്ച് കൊതി തീർന്നില്ല, അതിനു മുമ്പേ ഭഗവാൻ കൊണ്ടുപോയോ എന്ന് ചോദിച്ച ഭഗവാനോട് പരാതിയും പരിഭവവും പറയുകയാണ് പൂന്താനം. ആ സങ്കടത്തിൽ ഇരുന്നു കൊണ്ടാണ് കുമാരഹരണം എന്ന കൃതി പൂന്താനം രചിക്കുന്നത്. അത് പാടി സമർപ്പിക്കുന്ന വേളയിൽ കണ്ണുനീരൊഴുകുകയാണ് പൂന്താനത്തിൻ്റെ. അപ്പോഴാണ് മടിയിൽ ഭഗവാൻ വന്നിരുന്ന് കണ്ണുനീര് തുടയ്ക്കുന്നത്. പൂന്താനത്തിൻ്റെ മടിയിൽ ഉണ്ണിക്കണ്ണൻ വന്നിരുന്നു കൊണ്ട് പൂന്താനത്തിൻ്റെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ജ്ഞാനപ്പാന രചിക്കുന്നത്. അതിനുശേഷമാണ്. അതിലാണ് അദ്ദേഹം ഈ വരി കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേണമോ മറ്റു മക്കളായെന്ന് അദ്ദേഹം അതിൽ കൂട്ടിച്ചേർത്ത് എഴുതുന്നത്. അങ്ങനെ അതോടുകൂടി ഭഗവാന്റെ ഒരു പരമഭക്തനായി മാറുകയാണ്. പിന്നെ മകനായി എല്ലാം ഭഗവാനിൽ കാണുകയാണ് പൂന്താനം. എല്ലാ ഏകാദശിക്കും പൂന്താനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകും. അവിടെ ഭജനയിരിക്കും. അവിടെ തന്നെയാണ് കൂടുതൽ സമയവും. ഗുരുവായൂർ തന്നെ ചിലവഴിക്കുകയാണ് പൂന്താനം. അങ്ങനെ ശ്രീമദ് ഭാഗവതമൊക്കെ ഭാഗവതോത്തമൻ എന്നാണ് പൂന്താനത്തെ വിളിക്കുന്നത്. ഭാഗവതമൊന്നും വായിക്കാനും അത് പഠിക്കാനും ഒന്നും പൂന്താനത്തിനുള്ള ആ ഒരു സംസ്കൃത പാണ്ഡിത്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം എല്ലാ സപ്താഹ യജ്ഞങ്ങളിലും പങ്കെടുക്കും. എല്ലാ സപ്താഹ വേദികളിലും പോയി അതെല്ലാം കേൾക്കും. അങ്ങനെ കേട്ടാണ് അദ്ദേഹം ശ്രീമദ് ഭാഗവതം പഠിച്ചെടുത്തത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കാനായിട്ട് ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭാഗവതം നടക്കുന്ന സ്ഥലങ്ങളിൽ, ശ്രീമദ് ഭാഗവത യജ്ഞം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ശ്ലോകം ചൊല്ലിയതിന് ശേഷം
പൂന്താനത്തിനെയാണ് കഥ പറയാനായിട്ട് ക്ഷണിക്കുന്നത്. പൂന്താനം കഥ പറയുന്നത് കേൾക്കാൻ എല്ലാവരും അവിടെ തടിച്ചുകൂടും. അത്രയ്ക്ക് ഭക്തിയുടെ നിറത്തിലാണ് അദ്ദേഹം ആ ശ്രീമദ് ഭാഗവതം കഥ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കാൻ മഹാദേവൻ പാർവതി ദേവിക്കും വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു കഥയും കൂടിയുണ്ട്. രുക്മിണി ദേവി ഒരിക്കൽ ഒരു ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവേളയിൽ അദ്ദേഹം കഥ പറയുന്നതിനിടയ്ക്ക് ഒരു കേൾവിക്കാരനായിരുന്ന ഒരാൾക്ക് പൂന്താനത്തെ ഒന്ന് കളിയാക്കണമെന്ന് തോന്നും. അദ്ദേഹം അവിടെ ഇരുന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൂന്താനം ഇങ്ങനെ കഥ വർണ്ണിക്കുകയാണ്. രുക്മിണി ഭഗവാൻ ഒരു ബ്രാഹ്മണൻ്റെ കയ്യിൽ എഴുത്തു കൊടുത്തു വിട്ടു എന്നിങ്ങനെ പൂന്താനം കഥയിൽ പറയുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് അയാൾ ചോദിക്കുകയാണ്, പൂന്താനം, ഈ രുക്മിണി കത്ത് കൊടുത്തു വിട്ടു എന്നുള്ളത് ഏത് ശ്ലോകത്തിലാണ് പറയുന്നത് എന്ന്. അപ്പോൾ പൂന്താനത്തിന് അറിയില്ലല്ലോ. അത് ഭഗവാൻ തോന്നിപ്പിക്കുന്നത് മനസ്സിൽ അങ്ങനെ എല്ലാവരോടും പറയുകയാണ് പൂന്താനം ചെയ്യുന്നത്. പെട്ടെന്നാണ് ശ്രീകോവിലിനകത്തുനിന്ന് ഒരു അശരീരി. എല്ലാവരും ആ സൗണ്ട് കേൾക്കുകയാണ്. രുക്മിണിക്ക് കത്ത് കൊടുത്തു വിട്ടിട്ടില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറയുന്നത് എന്ന്. അങ്ങനെ ഭക്തോത്തമനായ ഭഗവാൻ പൂന്താനത്തിനെ രക്ഷിക്കാൻ പല സ്ഥലത്തും ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് പല വിദ്വാൻമാരെയും വിഡ്ഢികളാക്കി മാറ്റുന്നുണ്ട് ശ്രീകൃഷ്ണൻ. അങ്ങനെ അതിനുശേഷം പൂന്താനം തിരുമേനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം അവിടെ ജപിക്കുകയാണ്. വിഷ്ണു സഹസ്രനാമം ജപിച്ചിരുന്ന വേളയിൽ പത്മനാഭോ മരപ്രഭു എന്ന് പറയുന്നു. അപ്പോൾ അത് കേട്ട് അതിലും ആ വഴി വന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം ചോദിക്കുകയാണ്, വിട്ടി സന്ധി ചേർത്ത് പറയൂ, ഇങ്ങനെയാണോ സഹസ്രനാമം ചൊല്ലുന്നത്? പത്മനാഭോ അമരപ്രഭു അങ്ങനെ ജപിക്കൂ എന്ന് പറയും. അപ്പോൾ അദ്ദേഹവും കേൾക്കുകയാണ്, ശ്രീകോവിലിനകത്ത് നിന്ന് പറയുകയാണ്. അപ്പോൾ ആരാണ് മരപ്രഭു? ശ്രീകോവിലിനകത്ത് നിന്ന് പറയുന്നത് ആ പണ്ഡിതനും കൂടി കേൾക്കുകയാണ് പൂന്താനം തിരുമേനി. കാരണം ഭഗവാന്റെ ഒരു അനുഭവം അദ്ദേഹത്തിന് കൂടി ഉണ്ടാകുകയാണ്. ഞാൻ തന്നെയാണ് മരപ്രഭുവും, ഞാൻ തന്നെയാണ് അമരപ്രഭുവും എന്ന് ഭഗവാൻ അവിടെ നിന്ന് പറയുകയാണ്. അങ്ങനെ ഭക്തദാസനായ പൂന്താനത്തിനെ എല്ലാ രീതിയിലും സംരക്ഷിച്ചു കൊണ്ട് പോവുകയാണ് ശ്രീകൃഷ്ണസ്വാമി ചെയ്യുന്നത്. അതിനുശേഷം ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽപ്പത്തൂർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ പൂന്താനത്തിന് ഭയങ്കര സന്തോഷമാകും. നാരായണിയൊക്കെ രചിച്ച് സമർപ്പിച്ച ആളാണ് മേൽപ്പത്തൂർ. അദ്ദേഹത്തെ കാണാനായിട്ട് ഓടി വരികയാണ്. അപ്പോൾ കയ്യിൽ സന്താനഗോപാലം പാനയുമുണ്ട്. അദ്ദേഹം അത് കൊണ്ടുവന്ന് മേൽപ്പത്തൂരിനെ കാണിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഓടി വരികയാണ്. കാണിച്ചിട്ട് മേൽപ്പത്തൂരിനോട് പറയുകയാണ്, ഇതൊന്ന് നോക്കി ഇതിലെന്തെങ്കിലും പിഴയുണ്ടോ എന്നൊന്ന് നോക്കി എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയും. അപ്പോൾ ഭക്തിയും വിദ്വാനാണ്, ഭക്തിയുണ്ട്, വിദ്വാനും പണ്ഡിതനും സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമൊക്കെ ഉള്ള ഒരാളാണ് മേൽപ്പത്തൂർ. അദ്ദേഹത്തിന് വിഭക്തിയൊക്കെ ചേർക്കാത്ത ഈ മലയാളത്തിൽ എഴുതിയ ഭാഷാസാഹിത്യം അത് അത്രയ്ക്കങ്ങ് പിടിക്കുന്നില്ല. അപ്പം മേൽപ്പത്തൂർ അത് നോക്കാതെ തന്നെ പൂന്താനത്തിനോട് പറയുകയാണ്, ഇതിൽ പിഴവ് തന്നെ ഉണ്ടാവുള്ളൂ പൂന്താനം എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പൂന്താനത്തിന് വളരെ സങ്കടമായി. ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ, എൻ്റെ ഈ ഇതിനെ കൃതിക്ക് ഇത്രയേ ഒരു പ്രസിദ്ധിയേ ഉള്ളോ എന്നൊക്കെയുള്ള സങ്കടത്തിൽ പൂന്താനം തിരിച്ചു പോയി ആ ക്ഷേത്രത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പോയി, കൃഷ്ണ, എന്താണ് എൻ്റെ കൃതിക്ക് ഇത്രയേ ഉള്ളോ വില, എൻ്റെ കൃതി അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെയുള്ള ആ ഒരു സങ്കടത്തിൽ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മേൽപ്പത്തൂർ ഇത് കഴിഞ്ഞ് ശ്രീകോവിൽ ചെന്ന് തൊഴാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ശ്രീകോവിലിനകത്ത് നിന്ന് സംസാരിക്കുന്നത് മേൽപ്പത്തൂർ കേൾക്കുകയാണ്. താങ്കളുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ് കേട്ടോ എന്ന്. അത് കേൾക്കുന്ന മേൽപ്പത്തൂരിന് ലജ്ജ തോന്നുന്നു. എൻ്റെ ഈ ഭക്തിയും സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമുള്ള എൻ്റെ ഈ വിഭക്തിയൊക്കെ ചേർത്ത് ഞാൻ എഴുതുന്ന ആ കൃതിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ഭഗവാൻ തന്നെ പറയുകയാണ്. ലജ്ജിതനായി അദ്ദേഹം ഉടനെ തന്നെ പൂന്താനത്തിനെ തിരക്കി ചെല്ലുകയാണ്. പൂന്താനം അപ്പോൾ ഒരു സ്ഥലത്ത് പോയിരുന്ന് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. അപ്പോൾ
മേൽപ്പത്തൂർ ചെല്ലും, വിളിക്കും, പൂന്താനം അങ്ങ് എന്താണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത്? ഞാൻ എന്തോ ഒരു തമാശ പറഞ്ഞെന്ന് വിചാരിച്ച് എവിടെ കാണട്ടെ നോക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞ് ആ സന്താന ഗോപാലം അത് വായിച്ചു നോക്കുകയാണ് മേൽപ്പത്തൂര്. അത് വായിച്ചു നോക്കുന്ന മേൽപ്പത്തൂരിന് മനസ്സിലായി അതിൽ ഒന്നുമില്ല. ഭാഷാ പാണ്ഡിത്യം, സംസ്കൃതം, അങ്ങനെ വിഭക്തി സന്ധി ഒന്നുമില്ലെങ്കിൽ പോലും അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനോടുള്ള പ്രേമഭക്തി മാത്രമാണ്. ഭക്തി നിറഞ്ഞിട്ടാണ്, ഭക്തി മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതി സമർപ്പിച്ചതാണ് ആ സന്താന ഗോപാലം. അത് മനസ്സിലാക്കുകയാണ് മേൽപ്പത്തൂരും. പിന്നീട് അങ്ങനെ ഇടയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ അപ്പം മേൽപ്പത്തൂരിനും പൂന്താനത്തിനോട് വളരെയേറെ സ്നേഹം തോന്നുകയാണ്. ഭഗവാന്റെ ഒരു അടുത്ത ഭക്തൻ തന്നെയാണ് പൂന്താനം എന്നും കൂടി മേൽപ്പത്തൂരും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ ഒരു ഏകാദശി ദിവസം പൂന്താനം ഇല്ലത്ത് നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. രാത്രികാലങ്ങളിലൊന്നും അങ്ങനെ അന്ന് അധികം ആൾക്കാർ പുറത്തിറങ്ങി നടക്കാറില്ല. കൊള്ളക്കാരൊക്കെ വന്ന് കൊള്ളയടിക്കും, ജീവന് തന്നെ അപായം ആണ്. അതുകൊണ്ട് രാത്രി അങ്ങനെ നടക്കാറില്ല. പക്ഷേ വെളുപ്പിനെ ഗുരുവായൂരിലെത്തണം, ഏകാദശി അവിടെ കുളിച്ചു തൊഴണം, ആ ഒരു ആഗ്രഹത്തോടു കൂടി ശ്രീമദ് ഭാഗവതം ഒരു ചുവപ്പ് തുണിയിൽ പൊതിഞ്ഞ് നെഞ്ചോട് ഹൃദയത്തോട് അടുക്കിച്ചേർത്ത് പൂന്താനം നടന്നു പോവുകയാണ്. കാളവണ്ടിയിലൊക്കെ കയറി കുറേ നടന്നു, കുറച്ച് കാളവണ്ടിയിലൊക്കെയായി അങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അങ്ങനെ രാത്രിയായി പൂന്താനം നടക്കുകയാണ്. 2 കൊള്ളക്കാർ ചാടി പൂന്താനത്തിൻ്റെ മുന്നിലേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, കയ്യിലുള്ളതൊക്കെ എടുക്കൂ, ഇങ്ങെടുക്കൂ, ഞങ്ങൾക്കിതെല്ലാം തരൂ എന്ന് പറയുകയാണ്. പൂന്താനം പറയുന്നു, ഞാനൊരു ബ്രാഹ്മണ സാധുവാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കള്ളന്മാർ നോക്കുമ്പോഴത്തേക്ക് പൂന്താനം ഹൃദയത്തോട് അടുക്കി ഒരു ചുവപ്പ് പട്ട് തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അവർ വിചാരിക്കും അതിലെന്തോ കാര്യമായിട്ടുണ്ടെന്ന് വിചാരിക്കും. അവർ പൂന്താനത്തെ വലിച്ചിഴച്ച് താഴെയിട്ട് അതിൽ നിന്ന് അവർ ആ പട്ട് തുണിയിൽ പൊതിഞ്ഞ ശ്രീമദ് ഭാഗവതം വലിച്ചെടുക്കുകയാണ്. പെട്ടെന്നാണ് ഒരു സൗണ്ട്, കുതിരയുടെ കുളമ്പൊച്ചയോടുകൂടി നമ്മുടെ മങ്ങാട്ടച്ഛൻ അങ്ങോട്ട് വരുന്നത്. ആ ഒച്ച കേൾക്കുമ്പോഴത്തേക്ക് തന്നെ ഈ കള്ളന്മാരൊക്കെ ഭയപ്പെടും. ഉടനെ ഈ മങ്ങാട്ടച്ഛൻ കുതിരപ്പുറത്ത് ഓടി ഇറങ്ങി താഴെ വന്ന് അവരെയൊക്കെ ഇടിച്ച് മാറ്റുകയാണ്. പൂന്താനം പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് ആ കള്ളൻ്റെ കയ്യിൽ നിന്ന് ആ ഭാഗവതം ഇങ്ങോട്ട് പിടിച്ചു പറിച്ച് മേടിച്ചെടുക്കുന്നു. മങ്ങാട്ടച്ഛൻ സാമൂതിരിയുടെ വടത്തലവനാണ് മങ്ങാട്ടച്ഛൻ. നമ്മുടെ ഓരോ രാജ്യത്തും ഓരോ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മങ്ങാട്ടച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനമാണ്. സാമൂതിരിയുടെ വടത്തലവൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനമാണ് മങ്ങാട്ടച്ഛൻ. മങ്ങാട്ടച്ഛനാണ് പൂന്താനത്തിനെ രക്ഷിച്ചത്. അങ്ങനെ മങ്ങാട്ടച്ഛൻ പൂന്താനത്തിനോട് ചോദിക്കുകയാണ്, കള്ളന്മാരൊക്കെ പോകും. അതിനുശേഷം മങ്ങാട്ടച്ഛൻ പൂന്താനത്തിനോട് ചോദിക്കുക, എന്തിനാണ് ഈ രാത്രിയിൽ എവിടെ പോകുന്നു? അപ്പോൾ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുകയാണ്, എനിക്ക് ഏകാദശി അവിടെ കുളിച്ചു തൊഴണമെന്ന് പറയുകയാണ്. അങ്ങനെ മങ്ങാട്ടച്ഛൻ പറയും, ഈ രാത്രിയിൽ ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? അങ്ങേക്ക് ഇനി വീട്ടിലിരുന്ന് നാമം ചൊല്ലിയാൽ പോരെ എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അത് മതി, എനിക്കറിയാം, എങ്കിലും ഭഗവാനെ കാണാൻ ആഗ്രഹം തോന്നുമ്പോൾ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പൂന്താനം നടക്കുകയാണ്. അപ്പോൾ പൂന്താനത്തിനോട് പറയുകയാണ്, അങ്ങ് നടന്നോളൂ, ഞാനും കുറച്ച് ദൂരം അങ്ങയുടെ പുറകെ ഉണ്ടാകും, എൻ്റെ കുതിരക്കുളമ്പടി വെച്ച് അങ്ങയുടെ പുറകെ ഉണ്ടാകും, അങ്ങും പൊക്കോളൂ, മുന്നേ നടന്നോളൂ എന്ന് പറയും. അങ്ങനെ പൂന്താനത്തിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയി മങ്ങാട്ടച്ഛനാക്കുകയാണ്. അതിനുശേഷം മങ്ങാട്ടച്ഛൻ പറയുന്നത്, ഇനി പേടിക്കാനൊന്നുമില്ല, അങ്ങ് പോയിക്കോളൂ, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ തിരികെ പോവുകയാണ്, എനിക്ക് പോയിട്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് മങ്ങാട്ടച്ഛൻ തിരികെ പോകുന്നു. അപ്പോൾ പൂന്താനം പറയുന്നു, വളരെ നന്ദി. അദ്ദേഹം നന്ദി പറയുന്നു. കൂടാതെ പൂന്താനത്തിൻ്റെ കയ്യിൽ കിടന്നൊരു മോതിരം ഊരി മങ്ങാട്ടച്ഛന് കൊടുക്കുകയാണ്. തന്നെ രക്ഷിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന ആളല്ലേ. മങ്ങാട്ടച്ഛന് സന്തോഷത്തോടെ ഒരു മോതിരവും കൂടി കൊടുക്കുന്നു. അപ്പോൾ അന്ന് രാത്രി ശ്രീ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ഒരു സ്വപ്നം കാണുകയാണ്. ശ്രീ ഭഗവാൻ വന്ന് മേൽശാന്തിയോട് പറയുകയാണ്, നാളെ രാവിലെ പൂന്താനം വരും, അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ മോതിരം പൂന്താനത്തിന് കൊടുക്കണം, അത് പൂന്താനത്തിൻ്റെ മോതിരമാണ് എന്ന് പറയുകയാണ്. ഇത് മേൽശാന്തി സ്വപ്നത്തിൽ കാണുകയാണ്.
മേൽശാന്തി രാവിലെ എഴുന്നേറ്റ് വരുന്നു. പൂന്താനം എത്തി രാവിലെ. അപ്പം പൂന്താനം രാവിലെ അവിടെ വന്നിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് കുളിച്ച് ഭഗവാന്റെ മുന്നിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ നടന്ന കാര്യമൊക്കെ പറയുകയാണ്. ഇന്ന് എനിക്കിവിടെ വരാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. എന്നെ കുറേ കള്ളന്മാർ വന്ന് എൻ്റെ ഭാഗവതമൊക്കെ തട്ടിപ്പറിക്കാനൊക്കെ നോക്കി എന്നെ ഉപദ്രവിച്ചു. മങ്ങാട്ടച്ഛൻ വന്ന് എന്നെ രക്ഷിച്ചു കേട്ടോ എന്നൊക്കെ ഭഗവാനോട് ഇന്നലെ നടന്ന കഥകളെല്ലാം പറയുകയാണ് പൂന്താനം. പെട്ടെന്നാണ് മേൽശാന്തി വന്ന് നട തുറന്നു. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ഒരു പുതിയ മോതിരം ഇരിക്കുന്നത് കാണുന്നു. അപ്പോൾ ഭഗവാന്റെ ആഭരണങ്ങളെല്ലാം മേൽശാന്തിക്ക് അറിയാം, ഇതൊരു പുതിയതാണ്. അപ്പോൾ ആ മോതിരം കൊണ്ടുവന്നിട്ട് മേൽശാന്തി പൂന്താനത്തിനോട് ചോദിക്കുകയാണ്, ഇത് അങ്ങയുടെ മോതിരമാണോ എന്ന്. ഇത് അങ്ങയ്ക്ക് തരാൻ ഭഗവാൻ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ പൂന്താനം പറയും, അയ്യോ ഇത് എൻ്റെ മോതിരമാണല്ലോ, ഇത് ഞാൻ ഇന്നലെ മാങ്ങാട്ടച്ഛന് കൊടുത്തതാണ് എന്ന് പറയും. അപ്പോൾ മേൽശാന്തി പറയും, ഇന്നലെ സ്വപ്നത്തിൽ വന്ന് എന്നോട് ഭഗവാൻ പറഞ്ഞു ഈ മോതിരം അങ്ങേക്ക് തരണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയും. അപ്പോൾ പൂന്താനം പറയും അപ്പോൾ പൂന്താനത്തിന് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഭഗവാൻ തന്നെയാണ് മങ്ങാട്ടച്ഛനായി വന്ന് എന്നെ രക്ഷിച്ചത്. പൂന്താനം എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞ് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. അവിടെ കൂടിയുന്ന ആൾക്കാരെല്ലാവരും അതിന് സാക്ഷികളാണ്. മേൽശാന്തിയും കൂടി ഈ കൃഷ്ണാനുഭവത്തിന് ഒരു സാക്ഷ്യം വഹിക്കുകയാണ്. അതോടുകൂടി എല്ലാവർക്കും പൂന്താനത്തിൻ്റെ ആ ഭക്തി, ഭഗവാൻ എത്ര പ്രിയപ്പെട്ടതാണ് പൂന്താനം എന്ന് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകുകയാണ്. അതിനുശേഷം പിന്നീട് ഗുരുവായൂരമ്പലത്തിൽ ഒരു വലിയ സ്ഥാനം തന്നെ പൂന്താനത്തിന് കിട്ടുന്നു. ഭക്ഷണശാലയിലാകട്ടെ വേറെ എവിടെയും ആകട്ടെ ആദ്യം മുന്നിൽ പൂന്താനം തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലെ അന്നദാനത്തിനൊക്കെ ആദ്യം മുന്നിൽ ഇരിക്കുന്നത് പൂന്താനമാണ്. ഒരിക്കൽ അങ്ങനെ പൂന്താനം വൃദ്ധനായി ഒരു ദിവസം ഒരു വളരെ വലിയൊരു പണ്ഡിതൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോഴത്തേക്ക് അന്ന് ഭക്ഷണശാലയിൽ എല്ലാ ദിവസവും പതിവ് പോലെ തന്നെ പൂന്താനം പോയി ആദ്യം ഇരിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ കാര്യക്കാരൻ വന്ന് പറയുകയാണ്, ഇന്ന് അങ്ങ് എന്തിനാണ് ഇത്ര ആദ്യം വന്നിരുന്നത്, ശരിയാണോ? നമ്മുടെ അതിഥിയായിട്ട് ഒരു പണ്ഡിതൻ വരികയാണെന്ന് അറിയില്ലേ, അങ്ങ് എന്തിനാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്, എഴുന്നേറ്റ് മാറൂ, അദ്ദേഹത്തെ ഇരുത്തൂ എന്ന് പറയും. അപ്പോൾ പൂന്താനത്തിന് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പൂന്താനം മാറില്ല, അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. പൂന്താനം പറയുകയാണ്, ഞാനല്ലേ എന്നും ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു മനസ്സിലെ ഒരു വിഷമം, അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യക്കാരൻ പൂന്താനത്തെ പിടിച്ചു വലിച്ചു മാറ്റുകയാണ്. അപ്പോൾ സങ്കടമായി പൂന്താനത്തിന്, വളരെ സങ്കടമായി. പൂന്താനം അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ശ്രീകോവിലിന് മുന്നിൽ പോയി ഇരുന്നിട്ട് സങ്കടപ്പെടുകയാണ്. അപ്പോൾ ശ്രീകോവിലിനകത്ത് നിന്ന് ഭഗവാൻ പറയുന്നതായിട്ട് പൂന്താനത്തിൽ തോന്നുകയാണ്, മതി, ഇനി ഇതിനിടയിലേക്ക് പൂന്താനം അങ്ങ് വരണ്ട, ഇവരുടെ ഈ പ്രവൃത്തിയിലൊന്നും എനിക്കും സങ്കടമാണ് ഭഗവാൻ, ഇനി അങ്ങ് ഇവിടെ വരണ്ട കേട്ടോ, അങ്ങയുടെ ഇല്ലത്ത് തന്നെ ഇരുന്ന് എന്നെ പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും, അങ്ങയുടെ കൂടെ ഞാനും വരികയാണ് എന്ന് ഗുരുവായൂരപ്പൻ പറയുകയാണ്. അങ്ങനെ പൂന്താനം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് പടിപ്പുരയിൽ നിൽക്കുകയാണ് പൂന്താനം. എന്താണ്? ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ കൂടെ വന്നു എന്നറിഞ്ഞാൽ മാത്രമേ ഞാൻ ഉള്ളിലേക്ക് കയറൂ എന്ന് പൂന്താനം തിരുമേനി പറയുകയാണ്. അപ്പോൾ പൂന്താനം തിരുമേനിയുടെ ഇടതുവശത്തായിട്ട് ഭഗവാന്റെ സാന്നിധ്യം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ പൂന്താനം ഇല്ലത്തിനടുത്ത് തന്നെ ഒരു ചെറിയ ക്ഷേത്രം പോലെ പണിത് ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ ഇടതുഭാഗത്ത് അമ്പലം എന്നും പറഞ്ഞ് നമ്മുടെ പൂന്താനം ഇല്ലത്ത് ഇപ്പോൾ ചെന്നാലും നമുക്ക് കാണാം. പൂന്താനം ഇല്ലം ഇപ്പോഴും അവിടെ ഒരു കേടും കൂടാതെ പഴക്കം ചെല്ലാതെ പ്രൗഢിയോടുകൂടി ഇന്നും നിലകൊള്ളുന്നുണ്ട്. കാരണം ഇന്നും അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. പൂന്താനം ഇല്ലത്ത് ഇന്നും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അവിടെ ഇന്നും ഭഗവാന്റെ ഒരു ക്ഷേത്രമുണ്ട്. അങ്ങനെ പൂന്താനകത്ത് കയറുന്നു. പിന്നീട് പൂന്താനം അവിടെ കുട്ടികൾ ജനിക്കുന്നു, അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നതായിട്ടൊക്കെ ഒരു കൃതിയിൽ എഴുതിയിട്ടുണ്ട്, ഒരാൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ആൾക്കാരുടെ പറഞ്ഞ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ പൂന്താനം തിരുമേനി വയസ്സാകുന്നു, പ്രായമായി അവിടെ കഴിയുന്ന സമയത്ത് വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോയി എന്നാണ് പറയുന്നത്. ഒരിക്കൽ പിന്നീട് പൂന്താനത്തിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഭഗവാൻ രാത്രിയിൽ വന്ന് പറയുന്നു, പൂന്താനം നാളെ ഞാൻ വരും കേട്ടോ, പൂന്താനത്തിനെ കൊണ്ടുപോകാൻ ഞാൻ നാളെ വരും എന്ന് പറയുകയാണ്.
അപ്പോൾ ഇത് പൂന്താനം എല്ലാവരോടും പറയുമ്പോൾ പൂന്താനത്തിൻ്റെ ഭാര്യയ്ക്ക് പൂന്താനത്തിൻ്റെ അത്ര ഭക്തി ഉണ്ടായിരുന്നില്ല. എങ്കിൽ അവിടെ ദാസ്യവൃത്തിക്ക് വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പൂന്താനത്തിൻ്റെ ഭാര്യയെ ജോലിയിലൊക്കെ സഹായിക്കാൻ വരുന്ന ഒരു സ്ത്രീ. അവർക്ക് പൂന്താനത്തിൻ്റെ ഭക്തി അത്രക്ക് പ്രിയപ്പെട്ടതായിരുന്നു. പൂന്താനത്തിൻ്റെ അടുത്ത് ഭഗവാൻ വരുന്നതായി അവർക്കും അറിയാമായിരുന്നു. അവർക്കും ഉണ്ടായിരുന്നു ഭഗവാനോട് അതിയായ ഭക്തി. അപ്പോൾ അദ്ദേഹം പറയുന്നു, നാളെ ഭഗവാൻ വരും, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരും, എൻ്റെ കൂടെ ആർക്കെങ്കിലും വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരണം എന്നൊക്കെ പറയുന്നു. അപ്പം ഇതൊക്കെ കേൾക്കുന്ന അയൽവക്കക്കാർക്കും ഭാര്യക്കും ഒക്കെ പൂന്താനത്തിന് ഭ്രാന്താണ് എന്നാണ് അവരൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഈ ദാസിക്ക് മനസ്സിലായി ഭഗവാൻ വരുമെന്ന്. പൂന്താനം പറഞ്ഞാൽ ഉറപ്പായും ഭഗവാൻ വരും. അദ്ദേഹത്തിന് വേണ്ട പൂജാകാര്യങ്ങളും എല്ലാം ഈ സ്ത്രീ അടുപ്പിച്ചു കൊടുക്കുന്നു. പൂന്താനത്തിൻ്റെ കയ്യാളായി നിൽക്കുകയാണ് ആ സ്ത്രീ. അങ്ങനെ പിറ്റേ ദിവസം പൂന്താനത്തിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ ഭഗവാൻ വരുന്നതും കാത്തിരിക്കുകയാണ്. അതാ പെട്ടെന്ന് പൂന്താനം പറയുകയാണ്, അതാ ഗരുഡൻ്റെ സൗണ്ട് കേൾക്കുന്നു, ഗരുഡൻ വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട്, എൻ്റെ ഭഗവാൻ എന്നെ കൂട്ടാൻ വരുന്നുണ്ട്, ആരെങ്കിലും വരുന്നുണ്ടോ എൻ്റെ കൂടെ വരൂ എന്നും പറഞ്ഞ് പൂന്താനം പുറത്തേക്ക് ഓടുകയാണ്. അപ്പോൾ ഗരുഡൻ്റെ വൃത്തിയേറി ഭഗവാൻ ഇങ്ങനെ വരികയാണ് നമ്മുടെ പൂന്താനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. പൂന്താനത്തിനെ വിളിച്ച് കൂടെ കൂട്ടി ഭഗവാൻ കൊണ്ടുപോവുകയാണ്. ഇതോടുകൂടി തന്നെ ഭഗവാനെ വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ കൊണ്ടുപോവുകയാണ്. ആ ദാസിക്ക് മനസ്സിലായി ഭഗവാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ദാസി കാണുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം പൂന്താനത്തിൻ്റെ ഭ്രാന്താണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ ദാസി കാണുന്നുണ്ട് ഭഗവാൻ വന്ന് ഗരുഡൻ്റെ പുറത്ത് വന്ന് പൂന്താനത്തിനെയും കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്. ആ ദാസിയും അങ്ങനെ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഓടി ആ ദാസിയും ഭഗവാന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അങ്ങനെ ഭക്തോത്തമനായ പൂന്താനം തിരുമേനിയെ ഭഗവാൻ തന്നെ വൈകുണ്ഠത്തിലേക്ക് വന്നു കൊണ്ടുപോയി. എന്തെല്ലാം കിട്ടിയാലും നമുക്ക് എന്തൊക്കെ കിട്ടിയാലും ഓരോ ആഗ്രഹങ്ങളാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും. ഒന്ന് കിട്ടുമ്പോൾ മറ്റൊന്ന്, പിന്നീട് അത് കിട്ടുമ്പോൾ അതിനേക്കാൾ മേലെ, അങ്ങനെ ഓരോന്ന് ആഗ്രഹമാണ് നമ്മുടെ ജീവിതം. പക്ഷേ ഇതിലൊന്നും നമുക്കൊരു ആത്മസംതൃപ്തിയും കിട്ടില്ല. എന്ത് കിട്ടിയാലും നമുക്ക് പോരാ എന്നാണ് തോന്നലുണ്ടാകുന്നത്. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഭഗവാനിൽ ലയിക്കുക, ഭഗവാന്റെ നാമം ചൊല്ലുക, അതിലാണ് നമുക്ക് എപ്പോഴും സംതൃപ്തി കിട്ടുന്നത്. ഭഗവാനിൽ ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ട. എല്ലാം ഭഗവാനിൽ സമർപ്പണമാണ്. നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യോഗവും ക്ഷേമവും ഭഗവാൻ തന്നെ നോക്കിക്കോളുമെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എല്ലാവരും ഭഗവാനിൽ സമർപ്പിതമായൊരു ജീവിതം നയിക്കണം. എല്ലാവർക്കും ഭഗവാന്റെയും പൂന്താനത്തിൻ്റെയും ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹരേ കൃഷ്ണ, സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.